അല്ല, പൗർണമിക്ക് നമ്മൾ ചെയ്യുന്ന ചടങ്ങ് ചെയ്യുമ്പോൾ നാഗർക്കും നമ്മൾ ചെയ്യുന്ന മറ്റേ സംഭവം അവിടെ ഉണ്ട്, മഞ്ഞൾപ്പറ. പിന്നെ ഈ നിദാനം ചെയ്യുമ്പോൾ നിത്യപൂജകൾ ചെയ്യുന്ന നിത്യപൂജ മാസപൂജത്തിൽ പൗർണമിയിൽ വരുന്നു എന്ന് പറയുന്ന പോറ്റി വരുമ്പോൾ അദ്ദേഹം അവിടെയും ആചരണം ചെയ്യട്ടെ. മനസ്സിലായി? നൂറും പാലും വേണ്ട, നൂറും പാലും ഒന്നും വേണ്ട, അവിടെ ഒന്നും വേണ്ട. അവിടെ ആചരണങ്ങൾ നടക്കട്ടെ. കാരണം യഥാർത്ഥത്തിൽ മേടയിടവും പിന്നെ കന്നി കഴിഞ്ഞ് തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേട. അതിൽ വൃശ്ചികം മുതലേ ബാക്കിയുള്ള ആചരണങ്ങൾ പാടുള്ളൂ എന്നാണ് നിയമം. വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം വരെ നമുക്ക് നാഗർക്കുള്ള അനുഷ്ഠാനങ്ങൾക്ക് നിയമമുണ്ട്. മനസ്സിലായല്ലേ? പക്ഷേ ഇപ്പം മിക്കയിടത്തും എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു നിയമമില്ല. കാരണം ഈ ചുറ്റടപ്പ് സമയമാണ്. ആ സമയം ചുറ്റടപ്പിലൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം വരെയുള്ള സമയത്ത് മാത്രമേ നാഗരെ വിശേഷേണ നെല്യങ്ങൾ കൊടുത്ത് പൂജിക്കാനൊക്കെ ഉള്ളൂ. നൂറുംപാല് സഹിതമുള്ള കാര്യം. അപ്പം അതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞത് ഉപചാരങ്ങൾ ചെയ്താൽ മതി. ഇപ്പം പഞ്ചോപചാര പൂജ ചെയ്ത് ഇവിടെ കൊടുക്കുന്ന നേദ്യാദികൾ അവിടെ കൊടുത്തു, അത് ചെയ്യാം. വാർഷികാചരണത്തിൽ നമ്മൾ നൂറും പാലും ഈ പറഞ്ഞ നാഗരൂട്ട് സഹിതം നടത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യും. വേറെ ഒന്നും നമ്മൾ ചിന്തിച്ച് കൂടുതൽ നമ്മൾ ഇതിലേക്ക് പോകണം. പിന്നെ നമുക്ക് ആലോചിക്കുക എങ്ങനെയാണോ. ഇപ്പം ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിയട്ടെ. അപ്പം നമ്മൾ ഇത്രയും വർഷം കൊണ്ട് അമ്മയെ പുതിയൊരു സ്ഥാനത്തേക്ക് ഇരുത്തി, അത് തന്നെ നിസ്സാരമല്ല. അപ്പോൾ ആ സ്ഥാനത്തിലേക്ക് അമ്മയെ ഇരുത്താൻ കഴിഞ്ഞപ്പോൾ കുടുംബത്തിലുള്ള മാറ്റങ്ങൾ സ്വയം നമ്മൾ ചിന്തിക്കുക. എൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു അമ്മയെ ഇരുത്തിയതിന് ശേഷം ആ ചിന്ത മനസ്സിലേക്ക് ആദ്യം വരുത്തുക. വരുത്തിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് നീങ്ങാം. അതാണ് നല്ലത്. ഇവിടെ ആചരണങ്ങൾ ശുഭമാണ്. ആചരണങ്ങൾ ശുഭമായതുകൊണ്ടാണ് ഈ ചടങ്ങുകൾ നടത്താൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നടക്കത്തില്ല. ഏതെങ്കിലും ഒരു അനിഷ്ടത ഉണ്ടാകും നമുക്ക്. മാനസികം, ശാരീരികം, ആരോഗ്യം, ഈവൻ ധനപരം, കുടുംബപരമൊക്കെ ഉണ്ടാവും. അപ്പം കണ്ണുനീരണിഞ്ഞ് ആരും ഇവിടെ വരാൻ പാടില്ല എന്നാണ്. ആരും കണ്ണുനീരണിഞ്ഞ് വന്നില്ലല്ലോ. സന്തോഷമായിട്ട്. പിന്നെ ചെറിയൊരു പ്രശ്നം ഈ പറഞ്ഞ നമ്മുടെ താഴത്തെ അവിടുത്തെ ഒരു ആരോഗ്യ പ്രശ്നം അസ്വാഭാവികം എല്ലാവരിലും ഉണ്ടല്ലോ. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ച് ഇതാകണ്ട. നാളെ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നമുക്ക് നടത്തണം. ആർക്കും ഒരു ബുദ്ധിമുട്ടും വരരുതെന്ന് പറഞ്ഞ് വേണം ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങുക എന്നും പറഞ്ഞാണ് അമ്മയെ നമ്മളിന്ന് ഉറക്കിയത്. ഞങ്ങളെ ആരെയും വിഷമിപ്പിക്കല്ലേ എന്നും പറഞ്ഞാണ് ഉറക്കിയത്. നാളെ രാവിലെ അമ്മ ഉണരുമ്പോഴത്തേക്ക് ദുസൂചനകളൊന്നും ഉണ്ടാവരുതെന്നാണ്. അതാണ് നമുക്ക് കേൾക്കേണ്ടത്. നമുക്ക് നല്ല വചസ്സുകൾ മാത്രമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു പൗർണമിയിൽ നമ്മളുടെ ആചരണം. പൗർണമി ദിവസം രാവിലെ നമ്മുടെ പൊങ്കാല, പൗർണമി ദിവസത്തിൽ തന്നെ നമ്മുടെ മഞ്ഞൾ പൂട്ട്, അങ്ങനെ എല്ലാ രീതിയും. പൗർണമിയിൽ തന്നെ അന്ന് അവിടെ നാഗർക്ക് നാരങ്ങ വിളക്കമൊക്കെ കത്തിച്ചു. ബാക്കി എല്ലാ കാര്യങ്ങളും കല്ലുവിളക്കിൽ വെക്കാം, വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ പുതിയ പോറ്റി വന്ന് പുള്ളിയുടെ നിയമം അനുസരിച്ചൊന്നും ചെയ്യിക്കരുത്. ചിലപ്പോൾ പുള്ളി വരുന്നാൾ ചിലപ്പോൾ എന്തെങ്കിലും പറയാം, ഇങ്ങനെ ചെയ്തേക്കാം, അതിൻ്റെ നാശം നമുക്ക് എന്താണോ കേട്ടോ നിയുക്തമായി നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വേണ്ട ഇനി വാഴപ്പുള്ള വേണ്ട. ഇനിയിപ്പോൾ ഇതുള്ളത് കൊണ്ട് നമുക്ക് ആ രീതിയിലാണ്. ഇല്ല, അതാണ് അന്ന് തിരുമേനിയോട് ചോദിച്ചത്. വാഴപ്പുള്ള നമുക്ക് കൊണ്ട് ഒഴുക്കാനുണ്ട്. ഇപ്പോൾ തോട്ടിൽ സമയം ഇപ്പോഴാണ് തിരുമേനി കല്ലുവെള്ളക്കാവാന്ന് പറഞ്ഞത്. ഗീത ചോദിച്ചോ? എന്തുവാ ചോദിച്ചോ? വൈകിട്ട് വിളക്ക് ദിവസവും കത്തിക്കാം, കുഴപ്പമില്ല. അത് വെളിയിൽ കത്തിച്ചാൽ അകത്ത് കത്തിക്കണം. വേണ്ട അന്നേരം ഒരു വിളക്ക് അവിടെ വെച്ചാൽ മതി. പാതക്കളുടെ വിളക്ക് വെച്ച് കത്തിച്ചാൽ മതി. തൂക്കുവിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ, അത് മതി. നമ്മൾ ആചരണം ചെയ്യുന്നത് അത് മതി. മതി അത്രയും മതി. തിരുമേനി അന്ന് പറഞ്ഞ വിളക്ക് കിട്ടിയില്ല. മനസ്സിലായി. നമ്മുടെ അലങ്കാരം. പിന്നെ ഇത് നമ്മൾ പൗർണമിക്ക് അതൊക്കെ നമ്മൾ ഈ പോറ്റിയെ കൊണ്ടങ്ങ് ചെയ്യിച്ചാൽ മതി. ആരോവിടാം, മഞ്ഞളിടാം. അഭിഷേകം ഉണ്ടല്ലോ. പിന്നെ ദേവിക്ക് അഭിഷേകം, ഗണപതിക്ക് അഭിഷേകം, കാർത്യായനിമിക്ക് അഭിഷേകം, അങ്ങനെ അഭിഷേകം ചെയ്ത് വന്നിട്ട് നാഗക്ക് അഭിഷേകം ഉണ്ട്. അഭിഷേകം ചെയ്തത് മാറാം.
അതിനൊന്നും കുഴപ്പമില്ല. തിരുമേനി ഈ നിവേദ്യം ഒന്നും വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, അത് വേണ്ട. അങ്ങനെ വരുമ്പോൾ അത് വേറൊരു ആചരണമായി പോകും. ഇന്ന് പ്രത്യേകിച്ച് നാഗർക്ക് വിശേഷപ്പെട്ട പൂജാവിധാനം വരുമ്പോൾ നമ്മൾ അവിടെ വെച്ച് ചെയ്യേണ്ടത്. നാഗർക്ക് അങ്ങനത്തെ നിയമമുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ച് നിവേദ്യത്തിൽ നാഗർക്കുള്ള നിവേദ്യങ്ങൾക്ക് എപ്പോഴും അവിടെ പ്രാധാന്യം. പക്ഷെ വരുന്ന പൂജാരി പോയിട്ട് അതൊന്നും ചെയ്യാനൊക്കെ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് തിരപ്പള്ളി നേരിച്ച് തിരപ്പള്ളി എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് അങ്ങ് മാറുന്നത്. കുഴപ്പമില്ല ആ സമയത്ത്. പക്ഷെ നമ്മുടെ വാർഷികാചരണ സമയത്ത് നമ്മൾ അവിടെ പ്രത്യേകം ചെയ്തേ വരട്ടെ. അതാണ് എൻ്റെ നിയമം. എന്നാലേ അതിന് പറ്റുമോ കേട്ടോ. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ വീണ്ടും നമ്മളോട് ചോദിക്കും, എന്താ നീ എന്നെ ഒഴിവാക്കിയെന്ന് ചോദിക്കും. അതാ ഞാൻ പറഞ്ഞേക്കാം. കയറി വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി തരാം തിരുമേനി. ഈ ദേവിക്ക് നിവേദ്യം പോറ്റിയായിരിക്കും വയ്ക്കുന്നത്. അപ്പോൾ ഇവിടുത്തേത് കഴിഞ്ഞിട്ട്, അതായത് ഇവിടുത്തെ നിവേദ്യാദികൾ ഗണപതി പിന്നെ ദേവിക്ക് നേദിച്ചു, ഗണപതിക്ക് നേദിച്ചു. അതിന് തൊട്ട് മുമ്പ് 2 ഇണപ്പാത്രത്തിനകത്താക്കി നാഗർക്ക് മാറ്റിവെക്കും. മാറ്റിവെച്ചതിന് ശേഷം ആണ് ബാക്കി കർമ്മങ്ങളിലേക്ക് പോകുന്നത്. എന്നിട്ട് നേരെ അവിടെ കൊണ്ടുപോയി നേദിക്കും. നാളെ നേദ്യമേ ആർക്കേ അവിടത്തേക്ക് നാഗർക്കുള്ളൊരു പാൽപ്പായസം അവിടെ വെച്ചുണ്ടാക്കണേ. നമ്മളന്ന് ചെയ്തു. അല്ല, അവിടെ വെച്ച് നാഗരുടെ അരികിൽ വെച്ചുണ്ടാക്കും കേട്ടോ. നാളത്തേക്ക് പക്ഷേ ഉണ്ണിയപ്പവും കുഴക്കട്ടയും രാവിലെ ഉണ്ടാവും. കുറച്ച് സംഖ്യ കൂട്ടിക്കൂടും. അല്ല, കുഴക്കട്ടെ. തിരുമേനി വേറെ ഒന്ന്, നമ്മൾ ഈ പൂജ വയ്പ്പൊക്കെ ഇല്ലേ, അപ്പോഴൊക്കെ നമുക്ക് അപ്പം നമുക്ക് നട തുറക്കുക പറ്റില്ല. അതാ പറഞ്ഞ. അപ്പം ആ സമയം നമ്മൾ ചെയ്യാനൊക്കെ ഇതിനല്ല അതിന് പ്രത്യേകം നമ്മൾ കണക്കാക്കും. അപ്പം നിത്യപൂജാവിധാനങ്ങൾ വരുമ്പോൾ മതി അതൊക്കെ ചിന്തിക്കും. പിന്നെ പൂജ വെപ്പ്, പിന്നെ എന്ത് ബാക്കി കാര്യങ്ങൾ. ഇപ്പം ഇവിടെ വെച്ചൊരു ശബരിമല പോകണം, വെളിയിൽ വിളക്ക് കത്തിക്കുക, അവിടെ ദേവി ഉണ്ട് സങ്കല്പിച്ചങ്ങ് ചെയ്താൽ എന്ത് കാര്യങ്ങൾക്ക് ചെയ്യാം. തീർച്ചയായിട്ടും അത് ചെയ്യാം. പാരായണം ചെയ്യാം. ഈ പൗർണമിയിൽ പാരായണം ഉണ്ടോ? ഭാഗവത പാരായണം ഉണ്ടോ? ഇല്ല, 1-ാം തീയതി ചെയ്യുമ്പോൾ ചെയ്യാറുണ്ടോ? അതെല്ലാ വർഷവും ഉണ്ടല്ലോ. ഇത്തവണ നമുക്ക് കഴിഞ്ഞില്ല. പ്രാവശ്യം രാമായണം ഇച്ചിരി ഭംഗിയായിട്ട് നടക്കും. വേണം. അതിവിടെ ഒരു ആചരണം വെച്ച് ചെയ്താൽ. ഇപ്പോൾ നമ്മൾ സപ്താഹം നടക്കുന്ന സ്ഥലത്ത് പോലും ചില സ്ഥലങ്ങളിൽ രാവിലത്തെ ഉപചാരം കഴിഞ്ഞ് നടയടച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടങ്ങും പോകാനൊക്കെ. അത് യജ്ഞമണ്ഡപത്തിലോ ബാക്കിയല്ല അല്ലേ, അങ്ങോട്ടേക്ക് മാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ യജ്ഞമണ്ഡപമായി ഇവിടെ ചെയ്യുക കാര്യം. അത് മതി. സങ്കല്പം നമുക്ക് അവർ ഇവിടെ ഉണ്ട് എന്നൊരു സങ്കല്പം. അല്ല, അതാ പറഞ്ഞത്. അതൊക്കെ കഴിവതും പൗർണമിയാണ് ഏറ്റവും ഉചിതം നടത്തുന്നത്. ചോറൂണ് നടത്താം. പൗർണമിയാണല്ലോ ഉത്തമം. ഈ അന്നപ്രാശനത്തിനും വിദ്യാരംഭത്തിനും ഉത്തമമായ സുദിനം ഏതാണെന്ന് ചോദിച്ചാൽ പൗർണമിയാണ്. തുലാഭാരവുമാകാം. ഇന്നിപ്പോൾ ഒരു തുലാഭാര തട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കണം. നല്ലൊരു തട്ടേ, ഒരു തുലാഭാര തട്ട് നമുക്ക് ഉണ്ടാക്കണം. പിന്നെ പറകളിൽ ചെറുപയർ പ്രധാനപ്പെട്ടൊരു പറയായിട്ട് മാറ്റി. ചെറുപയറും ഉണ്ട ശർക്കരയും നമുക്ക് അമ്മയ്ക്ക് ചെറുപയറും ഉണ്ട ശർക്കരയും. അപ്പോൾ ഈ സന്താന സൗഭാഗ്യങ്ങൾക്കൊക്കെ ചെറുപയർ പ്രധാനപ്പെട്ടൊരു പറയാണ്. പിന്നെ ഉണ്ട ശർക്കര അമ്മയുടെ പ്രധാനപ്പെട്ട നേദ്യങ്ങളിൽ ഒന്നായിട്ട് മാറും. അപ്പോൾ നമുക്കിത് വിശേഷപ്പെട്ടൊരു സാധനമാക്കി ഇതിനെ മാറ്റേണ്ടത് പറഞ്ഞതുകൊണ്ടാണ് എന്നിൽ ആ ചിന്ത വന്നത്. നമുക്ക് എല്ലാ പൗർണമിക്കും അമ്മയ്ക്ക് നൽകാനായിട്ട് 2 സാധനങ്ങൾ വിശേഷപ്പെട്ടതാക്കുക. 1 വെളുത്ത പൂമാലയും 2 ഉണ്ട ശർക്കരയും. മനസ്സിലായത്? അപ്പോൾ ഈ ആരെന്ത് കാര്യം സാധിക്കണമെന്നെങ്കിലും അവരുടെ മനസ്സിൽ ഈ 2 സാധനങ്ങൾ സമർപ്പിക്കുക. അതൊരു പുതിയ തളിക മേടിച്ച്, പ്ലേറ്റ് ആയാലും മതി, ആ തളികയിലേക്ക് ഉണ്ട ശർക്കര, 7-ൽ കുറയാത്ത ഉണ്ട ശർക്കര, 7-ൽ കുറയാത്ത ഉണ്ട ശർക്കരയും വെളുത്ത ഹാരവും, അതും ആ മണമുള്ള പുഷ്പം, പിച്ചിയോ മുല്ലയോ എന്താണെന്ന് വെച്ചാൽ സമർപ്പിച്ച് മനസ്സിലായല്ലോ. മതി. ഇത് അമ്മയെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ആയല്ലോ. അപ്പം മുഖ്യമന്ത്രിക്ക് കൊണ്ടൊരു ഉപഹാരം കൊടുക്കുമ്പോഴേ ബാക്കി മന്ത്രിമാർ സന്തോഷമെന്ന് വരണം. അത് പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ പ്രധാനി അമ്മയല്ലേ. അപ്പം അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് വരും. ഞാൻ പറഞ്ഞല്ലേ, ബാലഗണപതി ഇടയ്ക്കിടയ്ക്ക് അത് എത്തി നോക്കും.
എന്തുവാ ഉള്ളത്. ഇനിയിപ്പോൾ ഒന്നുകൂടെ നോക്കും, ചിലപ്പോൾ ചാടിക്കയറാകത്തിരിക്കും. അങ്ങനെ ഒരാളാണ് ബാലഗണപതി. ഇന്ന് ബാലഗണപതിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പുള്ളി എപ്പോഴും മടിയിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനാണ് അംഗഗണപതി എന്ന് വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഓരോരുത്തരെയും ശാസിച്ചു വെക്കുന്നുണ്ട്. അമ്മയുടെ അടുത്തൊന്നും പറയും, ബാക്കിയുള്ളവരെയൊക്കെ ശാസിക്കും. നാഗരോടും പറയും പോയിടാ അവിടെ നിന്ന് പറയും. അങ്ങനെ ഒരാളാണ് ബാലഗണപതി. അപ്പോൾ വെളുത്ത പൂമാലയും, അത് മുല്ലപ്പൂമാലയായാലും വെച്ചിപ്പൂമാലയായാലും കുഴപ്പമില്ല. വെളുത്ത പൂമാലയും ഉണ്ട ശർക്കരയും അത് നമ്മുടെ നിത്യ വഴിപാടായി, മീൻസ് ഇനി നട അടച്ചിടന്നാലും അമ്മയ്ക്ക് കൊണ്ട് വയ്ക്കാം. പക്ഷെ പൗർണമിക്ക് വിശേഷപ്പെട്ട സമയം അത് നമുക്ക് നേദ്യമാക്കാം, നൈവേദ്യത്തിലേക്ക് മാറ്റാം. സമർപ്പണമാണത്. 7 ഉണ്ട ശർക്കര പൗർണമിയിൽ വയ്ക്കുകയാണെങ്കിൽ ആ ഉണ്ട ശർക്കര അകത്ത് നേദിച്ച് അതിലൊരു ശർക്കര വെളിയിൽ കൊടുക്കും. ആരാ വന്ന് അവർക്ക് കൊടുക്കും. മനസ്സിലായോ? ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും ഒരു ആചരണം ഉണ്ടല്ലോ. അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിലെ ആചരണം അതാക്കി മാറ്റണം. ഇപ്പോൾ ചോറ്റാനിക്കര ചെല്ലുന്നവർ ഉണ്ട ശർക്കര വയ്ക്കണമെന്ന് നിയമമുണ്ട്. അമ്മയുടെ അമ്മയിൽ നിന്ന് ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ ഉണ്ട ശർക്കര കൊടുക്കണോ? ചോറ്റാനിക്കര നമുക്കറിയില്ലല്ലോ. ചോറ്റാനിക്കര 3 ഭാവത്തിനാണല്ലോ ദേവി. രാവിലെ ഒരു ദേവി, ഉച്ചയ്ക്ക് ഒരു ദേവി, വൈകിട്ട് ദേവി. അല്ല, അമ്മയ്ക്ക് പ്രധാനപ്പെട്ട ഉണ്ട ശർക്കരയാണ്. കാര്യം സാധിക്കണമെങ്കിൽ ഉണ്ട ശർക്കര കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? ഗുളാന്ന പ്രീത മാനസ എന്നാണ് ദേവി. ഗുളം എന്ന് പറഞ്ഞാൽ എന്താണ്? ശർക്കര. ഗുളാന്ന പ്രീത മാനസ, ഗുളമാകുന്ന അന്നത്തിൻ്റെ പ്രീതിയോടുകൂടിയ മനസ്സോടുകൂടിയവളാണ് ദേവി. ശർക്കരയായിട്ട് ആര് കൊണ്ടുവരുന്നു ആദ്യം അവരെ നോക്കുക. അതാണ് ദേവിയുടെ വകുപ്പ്. അപ്പം വെളുത്ത പൂമാല കൊടുക്കുമ്പോൾ സാത്വികമായ വശത്തിലേക്ക് അമ്മയുടെ ദേഷ്യത്തെ കുറയ്ക്കുന്നു. പ്രിയമുള്ളതാക്കി മാറ്റാൻ മധുരമായ ശർക്കര കൊടുക്കുമ്പോൾ കാര്യം സാധിക്കും. നമുക്ക് വലിയൊരു ബോർഡ് ഇവിടെ വയ്ക്കണം. നമ്മുടെ അമ്മയുടെ ഇഷ്ട വഴിപാട് പൗർണമി നാളിൽ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന വെളുത്ത പൂമാലയും, മനസ്സിലായല്ലോ, 7 ഉണ്ട ശർക്കര. ഇത് ഒരു പ്രധാനപ്പെട്ട വഴിപാടാക്കുക. ഒരു സമർപ്പണം. അങ്ങനെ വരുന്നവർക്ക് 7 നാരങ്ങ വിളക്കോ നെയ്വിളക്കോ സമർപ്പിച്ചെടുത്തിരിക്കാം. മനസ്സിലായല്ലോ? ഇത്രയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. വരുന്നവർ 7 നെയ്വിളക്ക് കത്തിച്ചിരിക്കണം. നെയ്വിളക്ക് അത് മറ്റേതാക്കിയാൽ മതി, നാരങ്ങ വിളക്കാക്കി. നാരങ്ങ ഇല്ലെങ്കിൽ നെയ്വിളക്കാക്കിയാലും മതി. നമ്മൾ ചിരാതില്ലേ നമ്മുടെ അമ്മ ചെയ്യുന്നില്ലേ, അതുപോലെ ചിരാതില്, മനസ്സിലായോ? എന്നിട്ട് ആ ചിരാത് കൊണ്ടുവന്ന് കൽവിളക്ക് വയ്ക്കട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മാറ്റാം. ഇനി ഭാവിയിൽ എന്തോ നാരങ്ങാത്തോട് അന്ന് വേണം. നമുക്ക് നാരങ്ങാത്തോട് അല്ലാതെ നാരങ്ങ വിളക്ക് വരുന്നവർ ചെയ്യിക്കേണ്ടത്. അത് നമ്മൾ നാരങ്ങ വിഴിഞ്ഞ് കുഴയും. അതിനേക്കാൾ നല്ലത് ചിരാത് മതി. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. 7 ഉണ്ട ശർക്കര, വെളുത്ത പൂമാല, 7 നെയ്വിളക്ക്. ഇത് അമ്മയ്ക്ക് ഇഷ്ട വഴിപാടായി മാറും. അത് പണ്ട് ഈ എഴുതി വയ്ക്കണം. പണ്ട് നമ്മുടെ കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തിൽ 1 മണി ഒരാൾ കെട്ടിയതാണ്. ഒറ്റ മണിയേ കിട്ടിയുള്ളൂ. അവിടുത്തെ തന്ത്രി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. 1 മണി എപ്പോഴും ഒരാൾ കൊണ്ട് കെട്ടിയതാണ്. ഇന്ന് മണിയുടെ സ്ഥലമായിട്ട് മാറി. നാളെ നമ്മുടെ ഈ ക്ഷേത്രം മാറേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ്. ഇന്ന് ചേർത്തലയ്ക്കടുത്ത് കണിച്ചുളങ്ങര ക്ഷേത്രം ഇല്ലേ? കണിച്ചുളങ്ങര ക്ഷേത്രത്തിന് തെക്കുവശത്ത് ഒരു ക്ഷേത്രം പുതിയതായിട്ട് വന്നിട്ടുണ്ട്, വരാഹി ക്ഷേത്രം. അറിഞ്ഞില്ല? ഞാൻ ഈ അടുത്തോട്ടൊരു കാര്യത്തിന് വേണ്ടി, ഞാൻ അടുത്തൊരു ദേവപ്രശ്നത്തിന് വേണ്ടി പോയപ്പോൾ ഫുള്ള് തിരക്കവിടെ. എന്താ കാര്യം എന്നറിയില്ല. മാസത്തിലൊന്നേ ഉറക്കത്തുള്ളൂ. വരാഹിയെ കാണാൻ ആൾക്കാർ വരിക. വന്നു കിടക്കുന്ന വാഹനങ്ങൾ കാസർഗോഡ് നിന്നുള്ള വണ്ടികളാണ്. അമ്മയ്ക്ക് എന്തോ അടുക്ക് വെറ്റിലയും മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ടോ, പുകയില, അടുക്ക് വെറ്റില സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ ദേവിക്ക് ഇത് മതി. ഈ സാധനം അങ്ങോട്ട് മാസാമാസം വരും. ഇവിടെ ശർക്കര കൊണ്ട് ഇവിടെ നിറയും. മനസ്സിലായാൻ പറഞ്ഞു. ആ ശർക്കര എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. നമുക്കത് ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ളത് വിറ്റ് നമ്മുടെ ഫണ്ട് ശേഖരണമാണ്. അടുത്ത മാസപൂജയ്ക്ക് വരുന്ന, പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് എടുക്കാം. അല്ലെ, അതല്ലെങ്കിൽ നമുക്ക് ഓവറാണെങ്കിൽ, സാധനം ഓവറായിട്ട് വരുന്നു. ഇപ്പോൾ ശർക്കര ചിലപ്പോൾ ഒരു ദിവസം ഒരു 100 പേര് വന്നു. ശർക്കര എത്ര ശർക്കര വന്നു? 700 ശർക്കര വന്നു. നമുക്ക് ആവശ്യം ചിലപ്പോൾ ഒരു 50 ശർക്കര മതി, അല്ലെങ്കിൽ 100 ശർക്കര മതി. ബാക്കി എന്ത് ചെയ്യും? അത് നമുക്ക് കടകളിലേക്ക് കൊടുക്കും. മനസ്സിലായല്ലോ? അങ്ങനെ ചെയ്യാം, ഒരു തെറ്റുമില്ല. അപ്പം നമ്മളത് അമ്മയുടെ ഫണ്ടല്ലേ, നിനക്കായിട്ട് ഞാൻ തരികയാണ്. 1 വർഷം ഞാൻ കിട്ടുന്ന ഈ ശർക്കരയുടെ ഫണ്ട് കൊണ്ട് നിനക്കൊരു സാധനം കൊടുക്കുക. മനസ്സിലായോ? അതാണ് ക്ഷേത്രം എന്ന സങ്കല്പം. അപ്പോൾ എന്തൊക്കെയാണ്? വെളുത്ത പൂമാല, 7 ഉണ്ട ശർക്കര, 7 നെയ്വിളക്ക്. ഇത്രയും മതി. ഇത്രയും അമ്മയ്ക്ക് സമർപ്പിക്കണം. വരുന്ന എല്ലാവരും 7 നെയ്വിളക്ക്, ഒരു 10, 100, 150 ചിരാത് റെഡിയാക്കി വയ്ക്കുക. വരുന്നവർ ആദ്യം അതങ്ങ് വയ്ക്കുക.
നാളെ ആരെങ്കിലും ഒരാൾ അത് ആദ്യം ചെയ്യും, തുടക്കം. കേട്ടാ? ഇതേ 7 ഉണ്ട ശർക്കര, 7 നെയ്വിളക്ക്, പൂമാല, വെളുത്ത പൂമാല. എപ്പോഴെങ്കിലും മതി, വൈകിട്ടായാലും മതി. ആരായിരുന്നു ആരാ? ആ വരട്ടെ, അത് പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് മതി. പ്രതിഷ്ഠ കഴിഞ്ഞ് വയ്ക്കാം. കാരണം പുള്ളിക്ക് അമ്മയ്ക്ക് കൊടുക്കല്ലേ ആദ്യ ധനം. എന്താ ചേട്ടാ? കാർത്തികയ്ക്ക് നമുക്ക് ഇങ്ങനെ ചിരാതുകൾ വയ്ക്കാൻ വെച്ചിട്ട് അതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ അത് നമുക്ക് കർമ്മയോഗം അനുസരിച്ച് 11 കാലമല്ലേ ഫോണിൽ എടുത്ത് 11 കാലമായി, സമയം പോയതാണ്. വേറൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് മറ്റേത് കെട്ടുന്ന കാര്യം. ഏതാ നമ്മുടെ മുകളിലത്തെ ഇതിന് സുരക്ഷിതത്വമുള്ള നിലയിലേക്ക് ഒരു സംഭവം ചെയ്യുന്ന കാര്യം, അത് തെറ്റില്ല. എന്നാലും നമ്മൾ ജ്യോത്സ്യനുമായിട്ടൊന്നുകൂടെ അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദം കൂടെ ചോദിക്കണം. ദൈവജ്ഞനല്ലേ, അതവിടെ ചോദിച്ചു വേണം അത് ചെയ്യണം. തെറ്റില്ല, നല്ലതാണ്. മഴയൊക്കെ ഇനി വന്നു കഴിഞ്ഞാലേ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതൊക്കെ നമ്മൾ കാലദേശാവതഭ്യേ, കാലം ദേശമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റില്ല. കാലദേശാവതഭ്യം എന്ന് പറഞ്ഞാൽ പണ്ട് അരണി കടഞ്ഞിട്ട് ആ അരണി കടഞ്ഞു കിട്ടുന്നതായ അഗ്നിയിൽ നിന്നാണ് വിളക്കുള്ളത് കൊണ്ടുവരുന്നത്, അല്ലെ ഹോമം കുണ്ടം കത്തിച്ച്. ഇന്നതാണോ? അങ്ങനെയില്ല. കാലദേശാവതഭ്യേ, കാലം ദേശമനുസരിച്ച് അല്ലേ? അപ്പം അതുകൊണ്ട് ഓരോ കർമ്മത്തിനും അതിൻ്റെതായ ആചരണക്രമങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നുണ്ടില്ല. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം, വലിയൊരു ബോർഡാക്കി നമ്മുടെ ഇവിടെ വെക്കണം. ഇത് പ്രധാന വഴിപാട് അമ്മ ഭദ്രകാളി ദേവി, ഇവിടുത്തെ പ്രധാന വഴിപാടായിട്ട് ഇന്നത് എന്ന സങ്കല്പത്തിലേക്ക് ഒരെണ്ണം മതി, അതാണ് ഉത്തമം. ഒത്തിരി വഴിപാടിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സാധനം അത് നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിന്റെ തന്നെ ഒരു ആചരണത്തിന് മാറ്റുണ്ട്. ക്ഷേത്രത്തിന്റെ തന്നെ ആചരണം മാറുക. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് അതിനെ മാറ്റി കേട്ടോ. ഇനി ഇറങ്ങണ്ടേ?